എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ കിച്ചണിൽ നമ്മുടെ ജോലികൾ ഈസി ആക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചപ്പാത്തി കോലിൽ എപ്പോഴും മാവ് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഇത് എളുപ്പമായിട്ട് പോക്കാൻ വേണ്ടി നമ്മളിത് ഫ്രീസറിൽ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് ചുമ്മാ ഒന്ന് പിടിച്ചാൽ മതി. നല്ല സുഖമായിട്ട് ഇത് ഊരിപ്പോരും. ഒരുപാട് എനർജി എഫേർട്ടും സമയമൊന്നും കളയണ്ട. നമ്മള് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കാറാണ് പതിവ്. അതിലും ഭേദം നമ്മളെ കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മാവ് കുഴയ്ക്കുക. വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക, മാവ് കുഴയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കൂ. മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആവുന്ന പോലെ തോന്നും. ഒരുപാട് എഫേർട്ടും സമയവും നമ്മളിതിന് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഇല്ല. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിപ്പോരും. അതുപോലെ ഒരുപാട് എണ്ണ കുടിക്കുകയോ ഇല്ല. ഇനി അടുത്ത നമ്മളെ ട്രിക്കാണ്. തക്കാളിയൊക്കെ നമ്മൾ ചിലപ്പം ലാഭത്തിന് കിട്ടിയ ഒരുപാട് എണ്ണം സൂക്ഷിക്കും. അപ്പൊ നമുക്കത് ഫ്രീസറിൽ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ബോക്സിൽ ക്യാരറ്റിന്റെ കൂടെ വെച്ചാൽ നല്ല സുഖമായിട്ട് ഇരിക്കും കുറേ നാള്. അതേപോലെ നമ്മൾ വീട്ടിലെ പൾസസ് ഒക്കെ ഇതുപോലെ ഒരു ഒരു ബ്ലാക്ക് കളർ ജീവിനെ ഇതിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഉപ്പ് ഇതിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചാൽ ഇത് കുറേ നാള് ഒരു കേടും കൂടാതെ ഇരിക്കും. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. മസാല പൊടികളിൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ മിക്സിയുടെ ഈ ഒരു ഷാർപ്നെസ് കുറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ബ്ലേഡിന്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കല്ലുപ്പൊന്നും അല്ല, നമ്മൾ സാധാരണ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു സ്പീഡ് 2-ലൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുമ്പോൾ ഉപ്പ് പൊടിഞ്ഞ് വരും. അപ്പൊ നമ്മൾ മിക്സിയുടെ ബ്ലേഡിന് നല്ല ഷാർപ്നെസ് ഉണ്ടാവും. അതേപോലെ ഈ ഉപ്പ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് പിന്നെയും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്പൂണുകൾ ഒക്കെ ഷൈനിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ്. കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു തവി വിനീഗർ ഒഴിക്കുക. ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഈ ഒരു കട്ട്ലറികൾ ഇതൊക്കെയാണെങ്കിലും നൈഫ്, ഫോർക്ക്, ബട്ടർ നൈഫ്, തവികൾ, ചെറിയ ടീസ്പൂണുകളൊക്കെ ഇതിൽ ഒരു അരമണിക്കൂർ മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഇത് എടുക്കുക, ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഒന്ന് പിടിക്കുക. വാഷ് ചെയ്തിട്ട് പിടിച്ചാലും കുഴപ്പമില്ല. നല്ല ഷൈനിങ്ങോട് കൂടി നമുക്ക് ഈ കട്ട്ലറികൾ ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ പഴയതും പുതിയതും കൂടെ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അടുത്തതാണ് നമ്മളെ ഇതുപോലത്തെ സിലിക്കൺ സ്പാച്ചുലകൾ, അല്ലെങ്കിൽ നമ്മൾ സെറാമിക് ആയിട്ടുള്ള ഇതുപോലത്തെ കപ്പുകൾ, ബൗളുകളിലൊക്കെ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെയിനിങ് ഉണ്ടായാൽ അത് പോക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ട്രിക്കാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു തവി വിനീഗർ തന്നെ അതിലേക്ക് ഒഴിക്കുക, ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണിന്റെ പകുതിയോളമൊക്കെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മള് ഇപ്പൊ ബൗൾ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. നമ്മള് സിലിക്കൺ സ്പാച്ചിലാണെങ്കിൽ അത് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് 1 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സ്റ്റെയിനിങ് പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബൗൾ ആണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് ആ സ്റ്റെയിനിങ് ഒക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടില് പപ്പടം അധികവും പേരും ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചത് ഇതുപോലെ ഇരിക്കും, പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതേപോലെ നമ്മളത് വറുത്തെടുക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. അപ്പൊ ശരിക്കും പപ്പടം സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ്. അപ്പൊ ഇതുപോലത്തെ ഷോപ്പിംഗ് ബാഗുകൾ നമുക്ക് കിട്ടും. അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് പപ്പടം നല്ലോണം സീൽ ചെയ്തിട്ട് തന്നെ ഇതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് ഇതിനകത്തേക്ക് എയർ കയറാത്ത രീതിയിൽ നമ്മൾ വെക്കുക. അപ്പൊ സൈഡൊക്കെ നന്നായിട്ടൊന്ന് മടക്കി ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിങ്ങനെ മടക്കി വെക്കുമ്പോൾ എപ്പോഴും ഒരു റബ്ബർ ബാൻഡും കൂടെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് സീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് ഇത് 1 വർഷം വരെയൊക്കെ നല്ല സുഖമായിട്ടിരിക്കും. അതേസമയം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴാണെങ്കിൽ 1 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് ഭയങ്കര ഉണങ്ങി നമ്മളത് വറക്കുമ്പോൾ ഒന്നും തീരെ സോഫ്റ്റും ആയിരിക്കില്ല, നന്നായി പൊങ്ങി വരില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ്. ഇനി നമ്മളെ മസാല പൊടികൾ, നമ്മളങ്ങനെ എപ്പോഴും എടുക്കാത്ത കുറച്ച് സെറ്റ് ഓഫ് മസാല പൊടികൾ ഉണ്ടാവും അല്ലേ? എന്നാൽ ചില ഡിഷുകൾക്ക് നമുക്കിത് വേണമെന്ന് താനും. അപ്പൊ നമുക്ക് ഇത് പുറത്ത് സൂക്ഷിച്ചാൽ പെട്ടെന്ന് കേടാവും. അപ്പൊ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ കുറേ നാള് ലാസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഇഞ്ചിയൊക്കെ ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് പീൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ പീല് മാറ്റാൻ പറ്റും. ഇത് കുറെ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ ചായയിലൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ
ഇങ്ങനത്തെ ഒരു സ്റ്റീൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ സുഖമാണ്. നമുക്ക് പെട്ടെന്ന് നല്ല ഫൈനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് കിട്ടും. മാത്രമല്ല നമ്മളിപ്പോൾ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ നല്ലോണം വേണ്ട ഏതെങ്കിലും ഡിഷസ്, ഇഞ്ചിക്കറി അതിനൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ല സുഖമാണ്. അതേപോലെ വെളുത്തുള്ളിയും നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ദോശമാവൊക്കെ അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ദോശമാവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു കൊലാൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദോശമാവ് ന് വേണ്ടി അരി കുതിർക്കുന്ന സമയത്ത് അരി കഴുകാൻ നല്ല എളുപ്പമാണ്. ഞാൻ എപ്പോഴും കുറച്ച് ഉലുവയും കൂടി ഇടും കേട്ടോ, അരിൻ്റെയും ഉഴുന്നിൻ്റെയും ഒപ്പം തന്നെ. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന്, 1 ഹാൻഡ് ഫുള്ള് ഉലുവ, ഇത്രയും നമ്മൾ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു 3/4 സവാള നമ്മൾ ഈ ഒരു കുതിർത്ത് നമ്മളിത് അരയ്ക്കുന്ന ടൈം ആവുമ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 സവാള ഇതുപോലെ മിക്സിയുടെ ഗ്രൈൻഡർ ജാറിൽ ആദ്യം ഒന്ന് ഇട്ടിട്ട് കുറച്ച് നമ്മൾ ഈ ഒരു കൂട്ടിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശമാവ് തന്നെ കിട്ടും. നിങ്ങൾക്ക് അപ്പത്തിനാണെങ്കിലും ഇതേ ട്രിക്ക് തന്നെ യൂസ് ചെയ്യാം. അവിൽ നനയ്ക്കോ ചോറ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല പെർഫെക്റ്റ്ലി ഫെർമെന്റഡ് ആയിട്ടുള്ള ദോശ ബാറ്റർ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശകൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ദോശ ഗീയും കുറച്ച് ഇഡ്ലിപ്പൊടി ഇതിൻ്റെ മേലെ തൂകിയിട്ടുണ്ട്, ഒരു മസാല ഫ്ലേവറിന്. അപ്പോൾ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ് എന്നാൽ ക്രിസ്പി ആയിട്ടുള്ള ദോശ. ഇതേപോലെ നമ്മൾ വീട്ടിൽ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലോർ ഒക്കെയാണ് നമ്മൾ കറിക്കൊരു ഗ്രേവിക്ക് കൊഴുപ്പ് കൂടാൻ വേണ്ടി ഇടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് കടല അതിൽ നിന്ന് എടുത്ത് കുറച്ച് ഐസ് വാട്ടർ ആയിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല കുറുകിയിരിക്കുന്ന ഒരു ഗ്രേവി തന്നെ നിങ്ങൾക്ക് കിട്ടും. കോൺഫ്ലവർ ചേർത്താൽ നമ്മുടെ ആ ഒരു കറീൻ്റെ ടേസ്റ്റ് അങ്ങ് പോയിപ്പോവും. ഇനി നമ്മൾ അവസാനത്തെ ട്രിക്കാണ്. നമ്മൾ വീട്ടിൽ മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കയ്യിലൊരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറുനാരങ്ങേൻ്റെ കഷ്ണത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് കൈയിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും അതേപോലെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും നല്ലൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കുറച്ച് തേനും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ നമുക്ക് ഇത് നമ്മളെ സിങ്ക് കഴുകാനും വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും ഇതൊന്ന് നന്നായിട്ട് ഇതാക്കി സിങ്കിൻ്റെ ഡ്രെയിനും ഒക്കെ ഒന്ന് നമ്മളിത് വെച്ച് ഒന്ന് പിടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷൈനിങ്ങിലും നല്ലൊരു സ്മെല്ലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.